കായംകുളം റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നഗരസഭ വക പാർക്കിംഗ് സംവിധാനം നിർത്തിയതുമായി ബന്ധപ്പെട്ടുള്ള നഗരസഭാ ചെയർമാന്റെ പ്രസ്താവന വിചിത്രവും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതുമാണെന്ന് നഗരസഭ LDF പാർലമെന്ററി പാർട്ടി ലീഡർ എസ് കേശുനാഥ്. കഴിഞ്ഞ 10 വർഷക്കാലം LDF ഭരിച്ചപ്പോൾ ടെർമിനൽ ബസ് സ്റ്റാൻഡ് ഇല്ലാതാക്കാൻ വേണ്ടി CPM ബസ് സ്റ്റാൻഡ് സ്ഥലം കയ്യേറി ഇരുചക്ര വാഹന പാർക്കിംഗ് നടത്തി എന്നുള്ള പ്രസ്താവന അപഹാസ്യവും അവാസ്തവവുമാണെന്ന് കേശുനാഥ് പറഞ്ഞു. കായംകുളം റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നഗരസഭാ വക പാർക്കിംഗ് സംവിധാനം നിർത്തിയതുമായി ബന്ധപ്പെട്ടുള്ള നഗരസഭാ ചെയർമാന്റെ പ്രസ്താവന വിചിത്രവും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ലക്ഷ്യം വെച്ചുള്ളതാണെന്നും LDF പാർലമെന്ററി പാർട്ടി ലീഡർ എസ് കേശുനാഥ് പറഞ്ഞു. കായംകുളം നഗരസഭ ടെർമിനൽ ബസ് സ്റ്റാൻഡിലെ പാർക്കിംഗ് സംവിധാനം കായംകുളം നഗരസഭ നിർത്തലാക്കിയതിനെ സംബന്ധിച്ച് കായംകുളം നഗരസഭ ചെയർമാന്റെ വാർത്താക്കുറിപ്പ് വളരെ വിചിത്രവും അതുപോലെ തന്നെ തെറ്റിദ്ധാരണാജനകവുമാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ 10 വർഷക്കാലം LDF ആണ് കായംകുളം നഗരസഭ ഭരിച്ചത്. അതുകൊണ്ട് മാർക്സിസ്റ്റുകാർ അവിടെ കയ്യേറി യഥേഷ്ടം പാർക്കിംഗ് നടത്തുകയായിരുന്നെന്നും അതുവഴി മാർക്സിസ്റ്റ് പാർട്ടി ലക്ഷങ്ങൾ സമ്പാദിച്ചു എന്ന നിലയിലാണ് ചെയർമാൻ്റെ പ്രസ്താവന. ഇപ്പോൾ UDF ആണല്ലോ ഭരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ കോൺഗ്രസ്സുകാർക്കോ ലീഗുകാർക്കോ അവിടെ യഥേഷ്ടം പാർക്ക് ചെയ്യാൻ കഴിയുമോ? ചെയർമാൻ കായംകുളം നഗരസഭ ചെയർമാൻ എന്ന നിലവിട്ടുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള പ്രസ്താവന നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ അവിടെ അനധികൃതമായി ആ ബസ് സ്റ്റാൻഡിലാകെ തന്നെ പാർക്കിംഗ് ആണ്. വളരെ നിരുത്തരപരമായ സമീപനമാണ് UDFിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇത് ജനങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. ആയിരക്കണക്കിന് ജനങ്ങളാണ് ഇപ്പോൾ റോഡ് സൈഡിൽ വാഹനം കൊണ്ടിട്ടിട്ട് പോകുന്നത്. ഇത് അവർക്ക് യാതൊരു സുരക്ഷിതത്വവും നൽകുന്നില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണകാലത്ത് ഒരു മൊബൈൽ FSTP യൂണിറ്റ് ശുചിമുറി മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിച്ചിരുന്നു. എന്നാൽ അത് പ്രവർത്തിപ്പിക്കാതെ അതും മാർക്സിസ്റ്റ് പാർട്ടിയുടേതാണെന്ന നിലപാടാണ് UDF സ്വീകരിക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരു പട്ടണത്തിൻ്റെ ഭരണം എന്ന് പറഞ്ഞാൽ ഒരു തുടർ പ്രക്രിയയാണ്. ഇവിടെ മാലിന്യ സംസ്കരണ പ്ലാന്റും FSTPയും അടക്കമുള്ള കാര്യങ്ങൾ മാർക്സിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കാലത്ത് നടപ്പാക്കിയതാണെന്ന് പറഞ്ഞുകൊണ്ട് അവർ അതിനെതിരെ നിലപാട് സ്വീകരിക്കുന്നത് ഒരു നഗരഭരണത്തിന് ചേർന്നതല്ല. ഇത്തരത്തിലുള്ള സമീപനങ്ങൾക്കെതിരെ ശക്തമായ നിലപാട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന നിലയിൽ സ്വീകരിക്കും. അത് തുടർ ദിവസങ്ങളിൽ ഞങ്ങൾ അതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകും. കഴിഞ്ഞ 10 വർഷക്കാലം LDF ഭരിച്ചപ്പോൾ ടെർമിനൽ ബസ് സ്റ്റാൻഡ് ഇല്ലാതാക്കുവാൻ വേണ്ടി CPM ബസ് സ്റ്റാൻഡ് സ്ഥലം കയ്യേറി ഇരുചക്ര വാഹന പാർക്കിംഗ് നടത്തി എന്നുള്ള കണ്ടെത്തൽ അപഹാസ്യവും അവാസ്തവവുമാണ്. ഓരോ വർഷവും ലേലം ചെയ്താണ് നഗരസഭ പാർക്കിംഗ് സൗകര്യം കരാറുകാർക്ക് നൽകിയിരുന്നത്. കരാറുകാരുടെ രാഷ്ട്രീയം നോക്കിയല്ല കരാർ കൊടുക്കുന്നത്. ലേലം ചെയ്യുമ്പോൾ കൂടുതൽ തുക നൽകുന്നവർക്ക് ലേലം ഉറപ്പിച്ചു നൽകുകയാണ് ചെയ്യുന്നത്. വസ്തുത ഇതായിരിക്കെ CPMകാർ ടെർമിനൽ ബസ് സ്റ്റേഷൻ കയ്യേറി എന്ന് പറയുന്നത് രാഷ്ട്രീയ അപക്വതയാണെന്നും കേശുനാഥ് പറഞ്ഞു. കായംകുളത്തെ മാലിന്യ നീക്കം ആകെ പാളിയിരിക്കുകയാണെന്നും കേശുനാഥ് പറഞ്ഞു. LDF ഭരണകാലത്ത് ശുചിമുറി മാലിന്യ സംസ്കരണത്തിനുള്ള മൊബൈൽ യൂണിറ്റ് സ്ഥാപിച്ചിരുന്നു. അതും CPMന്റെയും LDFന്റെയും ആണെന്നുള്ള ഭാവത്തിൽ പ്രവർത്തിപ്പിക്കാതിരിക്കാനുള്ള സമീപനമാണ് UDF സ്വീകരിക്കുന്നത്. നഗരസഭാ ഭരണമെന്നാൽ തുടർ പ്രക്രിയയാണ്. അതനുസരിച്ച് പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകുക എന്നതിനപ്പുറം രാഷ്ട്രീയമായ അന്ധത കാട്ടുന്നത് ഉചിതമല്ല എന്നും കേശുനാഥ് പറഞ്ഞു. CDNet ന്യൂസ്, കായംകുളം.